الحمد لله رب العالمين الصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن صار على نهجه وسن بسنته إلى يوم الدين أما بعد നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ നാം നമ്മളുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ ആരാധനയായ നമസ്കാരം, അതിലെ ഖുശൂഅ് എങ്ങനെയാണ് നമ്മൾക്ക് സ്വായത്തമാക്കാൻ കഴിയുക? അതിന്റെ പ്രാധാന്യം എന്താണ്? അപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ഇസ്ലാമിൽ ധാരാളം ആരാധനകളുണ്ട്. നമസ്കാരത്തിന് പുറമെ നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഖുർആൻ പാരായണം, ദിക്ർ ചൊല്ലുക, ഇങ്ങനെ പല ഇബാദത്തുകളും നമ്മൾക്ക് കാണാം. അപ്പോൾ ദിക്ർ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ മറ്റു പല കാര്യങ്ങളിലും വ്യാപൃതനാകാൻ പറ്റും. അതുപോലെ തന്നെ നോമ്പാകുന്ന ഇബാദത്ത്, അത് നാം രാവിലെ മുതൽ വൈകുന്നത് വരെ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ മനസ്സും നമ്മളുടെ ചിന്തകളും നമ്മളുമൊക്കെ പല കാര്യങ്ങളിലും പോകും. എന്നാൽ നമസ്കാരം എന്ന് പറയുന്ന ഇബാദത്തിന്റെ ഒരു പ്രത്യേകത, നമ്മളും നമ്മളുടെ മനസ്സും ആ ഇബാദത്തിന്റെ ഉള്ളിൽ തന്നെയായിരിക്കണം. അപ്പൊ നമസ്കാരം എന്ന് പറയുന്ന ഹയ്യ അല സ്വലാത്ത്, ആ സ്വലാത്ത് എന്ന് പറയുന്ന പദം നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി, സ്വല എന്ന് പറഞ്ഞാൽ ചേർക്കുക എന്നാണ്. അഥവാ നമ്മൾ ഈ ദുനിയാവുമായുള്ള എല്ലാ ബന്ധങ്ങളെയും അൺപ്ലഗ് ചെയ്യുക, എന്നിട്ട് അള്ളാഹുവുമായിട്ട് മാത്രം നമ്മൾ പ്ലഗ് ചെയ്യുന്നു. ഈ ദുനിയാവുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ച് കുറച്ചു സമയത്തേക്ക് അള്ളാഹുവിലേക്ക് മാത്രം തിരിയുന്ന ഒരവസ്ഥയാണ് നമസ്കാരത്തിൽ. ഇനി നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ഖുശൂഅ് എന്ന് പറയുന്നത്. എന്താണ് ഈ ഖുശൂഅ് എന്ന് പറഞ്ഞാൽ? എന്താ ഖുശൂഇന്റെ അർത്ഥം? സാധാരണഗതിയിൽ ഖുശൂഅ് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ അതിന് പറയുക ഭയഭക്തി എന്നാണ്. കേവലം ഒരു വാക്കിൽ ഒതുക്കി നിർത്തേണ്ടുന്ന ഒരു ആശയമല്ല ഖുശൂഅ് എന്ന് പറയുന്ന ആ ഒരു വാക്ക് നമ്മൾക്ക് നൽകുന്നത്. അപ്പൊ ഖുശൂഅ് മനുഷ്യന്റെ ജീവിതത്തിൽ പ്രകടമായി തീരുന്ന ചില രംഗങ്ങളുണ്ട്. ഒരാളൊരു തെറ്റ് ചെയ്തു, ആ തെറ്റ് ചെയ്ത മനുഷ്യനെ പോലീസ് പിടികൂടുകയാണ്. അപ്പൊ കുറ്റവാളിയായി പോലീസിന്റെ മുമ്പിൽ പിടികൂടപ്പെട്ട് നിൽക്കുമ്പോൾ ആ മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു അവസ്ഥയും അവന്റെ ഒരു താഴ്മയും വിനയവും ഒക്കെ നമ്മളും ചിന്തിച്ചു നോക്കൂ. ഇനി നമ്മളൊരു രോഗിയായി നമ്മളൊരു ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ടുകൊണ്ടിരിക്കുമ്പോ നമ്മളുടെ പരിശോധനാ ഫലം നമ്മളുടെ ഡോക്ടർ നമ്മളുമായിട്ട് പങ്കുവെക്കുകയാണ്. നമ്മൾക്ക് മാരകമായ ഒരു രോഗമുണ്ട് എന്ന് സ്ഥിരപ്പെടുന്നു. ആ സന്ദർഭത്തിൽ നമ്മൾക്കുണ്ടായിത്തീരുന്ന ആ ഒരു മാനസിക അവസ്ഥയും നമ്മളുടെ ആ ഒരു നിൽപ്പും എങ്ങനെയാണ് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മളൊരു കടബാധ്യതക്കാരനായി, കൊടുക്കാൻ നിവർത്തിയില്ല, കടക്കാരൻ നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ തേടി വരുമ്പോ അവരുടെ മുന്നിൽ നമ്മൾക്ക് നിൽക്കേണ്ടി വരുന്ന അവസ്ഥ എന്താണെന്ന് ആലോചിച്ചു നോക്കൂ. അപ്പോ ഇതൊക്കെ ഭൗതികമായ നിലയിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഈ പറഞ്ഞ ഒരു കാര്യം പ്രകടമായി തീരുന്ന ഒരു രംഗമാണ്. ഇനി നമസ്കാരത്തിലേക്ക് വന്നാൽ, നമസ്കാരത്തിൽ ഈ ഖുശൂഅ് പ്രകടമായി തീരുന്നതിന്റെ ഒന്നാമത്തെ അടയാളം എന്ന് പറയുന്നത്, അവിടെ ഖുശൂഅ് എന്ന് പറഞ്ഞാൽ ഹുവ ഇൻകിസാറുഹു ലില്ലാഹി വദുഇഹി വസുകൂനി, നമ്മൾ അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്റിൽ ലയിച്ചു ചേർന്നുകൊണ്ട് നമ്മളുടെ കൽബിനെയും നമ്മളുടെ ശരീരത്തെയും പൂർണ്ണമായ നിലയിൽ അടക്കി നിർത്തുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി കഴിഞ്ഞാൽ നമ്മൾക്കറിയാം, പലപ്പോഴും നമ്മൾ നമസ്കരിക്കാൻ നിൽക്കുന്ന നമ്മളുടെ കൈ അഴിക്കും, നമ്മൾ അവിടെ ചൊറിയും ഇവിടെ ചൊറിയും, നമ്മളുടെ തുണി നേരെയാക്കും, അല്ലെങ്കിൽ വേണമെങ്കിൽ നമ്മളൊന്ന് ഒളി കണ്ടിട്ട് സമയം എത്രയായി എന്നുള്ളത് നോക്കും, അല്ലെങ്കിൽ ആരാണ് നമ്മളുടെ മുമ്പിൽ കൂടെ പോകുന്നത് എന്ന് നോക്കും. അപ്പൊ ഇത് നമ്മളുടെ ശരീരത്തിനെ നമ്മൾക്ക് നിയന്ത്രിച്ച് നമസ്കാരത്തിന്റെ ഉള്ളിൽ നിർത്താൻ കഴിയാത്തത് നമ്മളുടെ കൽബിനെ നമ്മൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. ലൗ ഖശഅൽ ഖൽബു ഖശഅൽ ജവാരിഹു കുല്ല, നാം അള്ളാഹുവിന്റെ തിരുസന്നിധിയിലാണ് നിൽക്കുന്നത് എന്ന ദൃഢമായ ആ ഒരു ബോധം നമ്മളുടെ മനസ്സിൽ സന്നിവേശിക്കപ്പെട്ട് കഴിഞ്ഞാൽ
നമ്മളുടെ ശരീരം മുഴുവൻ അതിനനുസരിച്ച് പ്രവർത്തിക്കും. ഇനി നോക്കുക, ഖുർആനിൽ ഖുശൂഇനെ കുറിച്ച് പറയുന്ന ചില രംഗങ്ങളുണ്ട്. അതിലൊരു ആയത്താണ് അലം തറ അന്നൽ അർള. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ് വമിൻ ആയാതിഹി അന്നക തറൽ അർള ഖാശിഅ. ഭൂമിയെ കുറിച്ച് പറയുമ്പോൾ ആ ഭൂമി ഖുശൂഅോട് കൂടെ നിൽക്കുന്നത് നീ കാണുന്നില്ലേ എന്ന് ചോദിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് ഒരു ഇളക്കവുമില്ല, ഒരനക്കവുമില്ല. അത് ആ നിലയിൽ നമ്മൾ പ്രകടമായി നോക്കുമ്പോൾ ആ നിലയിൽ ഭൂമി നിലനിൽക്കുകയാണ്. ഇനി അത് മാത്രവുമല്ല, ആ ഭൂമിക്ക് മുകളിലേക്ക് ഉപരിലോകത്തു നിന്നുള്ള വെള്ളം വർഷിച്ച് ഇറങ്ങുമ്പോൾ ആ ഭൂമി കൂടുതൽ മാർദ്ദവമുള്ളതായി തീരുന്നു. അതെ, നമസ്കാരത്തിന്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അനക്കമില്ലാതെ നമ്മൾക്ക് നിൽക്കാൻ കഴിയണം. ഇനി ഉപരിലോകത്തുനിന്ന് വർഷിക്കുന്ന മഴയാകുന്ന ആ ദിവ്യ പേമാരി, പരിശുദ്ധമായ ഖുർആനാകുന്ന അള്ളാഹുവിന്റെ വചനങ്ങളാകുന്ന ആ ദിവ്യ പേമാരി നമ്മളിലേക്ക് പെയ്തിറങ്ങുമ്പോ അതിലൂടെ നമ്മളുടെ മനസ്സുകൾക്ക് ഇളക്കം തട്ടാനും കഴിയണം. ഈ ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഖുശൂ എന്നതുകൊണ്ട് അടിസ്ഥാനപരമായ നിലയിൽ ഉദ്ദേശിക്കുന്നത്. ഇനി അതിന് കുറേയധികം കാര്യങ്ങൾ നമ്മൾ ആ കാര്യം നമ്മളുടെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ നമ്മൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് അത് ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഇബാദത്ത് ഏറ്റവും സൂക്ഷ്മമായും ഭംഗിയായും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടും പ്രതിഫലാർഹമായ നിലയിൽ നിർവഹിക്കുവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.